പീരുമേട് ഒരു ഹോട്ട് സീറ്റ് ആവാൻ സാധ്യതയുണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. കേട്ടിടത്തോളം അങ്ങനെ സാധ്യതയുണ്ട്. ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീം കുമാറിന്റെ പേരാണ് അവിടെ LDF കാൻഡിഡേറ്റ് ആയി അവിടെ CPIയുടെ ജില്ലാ സെക്രട്ടറി കെ സലീം കുമാർ വന്നേക്കും എന്ന സൂചനകൾ. ഒരു ജില്ലാ നേതൃത്വം ഒരു പ്രാഥമിക ധാരണയിൽ എത്തി എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. അപ്പോൾ മറുവശത്ത് UDFന് അത് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ അടക്കമുള്ള പേരുകൾ അലോഷ്യസ് സേവ്യർ വേഴ്സസ് സലീം കുമാർ എന്ന ഒരു കളം അവിടെ വരുമോ എന്ന ചോദ്യം ഉയരുന്ന ഘട്ടം കൂടിയാണ്. അപ്പോൾ നമുക്ക് പീരുമേടിൽ എന്ത് സംഭവിക്കുന്നു വിശദമായി നോക്കാം. ഉത്തരം പറയേണ്ടത് ആഷിഖാണ്. ആഷിഖ് മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, അപ്പോൾ പീരുമേട് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യമാണ്. അപ്പോൾ കെ സലീം കുമാർ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തും ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട്. എന്താണ് നിലവിൽ വരുന്ന പുറത്തു വരുന്ന വിവരങ്ങൾ ആഷിഖ്? ജിൽസി, വാഴൂർ സോമന്റെ അപ്രതീക്ഷിതമായ വിടവാങ്ങലാണ് LDFന് മുന്നിൽ പീരുമേട് മറ്റ് ആരെ സ്ഥാനാർത്ഥിയാക്കുമെന്നുള്ള ചോദ്യം ഉയർത്തിയത്. അല്ലെങ്കിൽ വാഴൂർ സോമൻ ഉണ്ടായിരുന്നെങ്കിൽ വാഴൂർ സോമൻ തന്നെയും ഇത്തവണയും മത്സരിച്ചേനെ എന്നുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ വാഴൂർ സോമന് പകരം ആരെ എന്നുള്ള ചോദ്യം CPI വലിയ രീതിയിൽ അലട്ടിയിരുന്നു. ആദ്യഘട്ടത്തിൽ വാഴൂർ സോമന്റെ 2 മക്കളിൽ ഒരാളെ തന്നെയും സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ള ആലോചനയടക്കം CPI നടത്തുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ വിജയ സാധ്യത കൂടി പരിഗണിച്ച് അഭിഭാഷകനും മാധ്യമപ്രവർത്തകരും വർക്ക് ചെയ്യുന്ന 2 പേരാണ് വാഴൂർ സോമന്റെ 2 മക്കൾ. അവരെ മത്സരിപ്പിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുന്നു. പിന്നീട് തുടർച്ചയായി 3 വട്ടം MLA ആയ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന ES ബിജിമോളെ മത്സരിപ്പിക്കണം എന്നുള്ള നിർദ്ദേശം ചില നേതാക്കൾ മുന്നോട്ട് വെക്കുന്നു. അപ്പോഴും പാർട്ടിയുമായി നിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഈ ഘട്ടത്തിൽ ES ബിജിമോളെ സ്ഥാനാർത്ഥിയാക്കാനാകില്ല എന്നുള്ള തീരുമാനം ജില്ലാ നേതൃത്വം എടുക്കുകയാണ്. ഏറ്റവും ഒടുവിലാണ് അവസാനത്തെ പരിഗണന എന്ന നിലയിൽ തന്നെയും ജില്ലാ സെക്രട്ടറിയെ തന്നെ മത്സരാർത്ഥിയാക്കി ഇറക്കുവാൻ ഉള്ള തീരുമാനം CPI എടുക്കുന്നത്. ഇടുക്കി ജില്ലയിൽ CPI മത്സരിക്കുന്ന ഏക മണ്ഡലമാണ് പീരുമേട്. അവിടെ മത്സരിച്ച് വിജയിക്കേണ്ടത് ജില്ലയിലെ CPIയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ്, ചുമതലയാണ്. അവരുടെ നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ്. പ്രത്യേകിച്ച് തോട്ടം മേഖലയാണ്, ട്രേഡ് യൂണിയൻ സ്വാധീനമുള്ള മേഖലയാണ്. AITUCക്ക് വലിയ സ്വാധീന ശക്തിയുള്ള ഇടമാണ്. അവിടെ വിജയിച്ചു കയറാൻ കഴിയും എന്ന പ്രതീക്ഷ ജില്ലാ സെക്രട്ടറിയെ മത്സരരംഗത്ത് ഇറക്കിക്കൊണ്ട് കഴിയുമെന്നുള്ള ഒരു ധാരണയിലാണ് CPI ഉള്ളത്. ഇന്നലെ ചേർന്ന LDF യോഗത്തിലടക്കം ഈ വിഷയം പ്രാഥമികമായ ഒരു ധാരണ CPIക്കുള്ളിലായിട്ടുണ്ട്. അത് LDFന്റെ മുൻപിൽ വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ചേർന്ന LDF യോഗത്തിൽ ജില്ലയിലെ മൊത്തത്തിൽ തന്നെ ഇടതുപക്ഷത്തിന്റെ തിരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയുടെ പ്രാഥമിക രൂപം തയ്യാറാക്കാൻ LDFനായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് അടിസ്ഥാനപരമായ ചില സംഘടനാ റൂട്ടുകളുള്ള വേരുകളുള്ള ഇടമാണ് പീരുമേട്. ആ മേഖലയിൽ വാഴൂർ സോമന്റെ ജനപ്രിയതയായിരുന്നു വലിയ പ്രതിസന്ധിയായി കഴിഞ്ഞ തവണകളിലെല്ലാം തന്നെയും UDFന് മുമ്പിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ വാഴൂർ സോമൻ ജയിച്ചത് ഏതാണ്ട് 1000 ശിഷ്ടം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രമായിരുന്നു. ആ ജനകീയതയെ മറികടക്കാൻ ഇത്തവണ ആരെ മത്സരിപ്പിക്കും എന്നുള്ള ചോദ്യമുണ്ട്. കഴിഞ്ഞ തവണ വാഴൂർ സോമനുമായി മത്സരിച്ച സിറിയക് തോമസ് നേരത്തെ തന്നെയും മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ്. അതേസമയം KSU സംസ്ഥാന പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ജെൽസി വാഴൂർ സോമന്റെ കാര്യം പറയാൻ നമ്മൾ വിട്ടുപോയി. എന്ന് വെച്ചാൽ മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മളിങ്ങനെ അടുത്തിരിക്കുകയാണ്. വാഴൂർ സോമന്റെ അപ്രതീക്ഷിതമായ വിയോഗമുണ്ടാകുന്നത്. വാഴൂർ സോമൻ ഉണ്ടായിരുന്നെങ്കിൽ LDFന് മറ്റൊരു കാൻഡിഡേറ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ടതേ ഉണ്ടായിരുന്നില്ല. കാരണം അത്രമേൽ ജനകീയനായ അപ്പോ മറിച്ചൊരു ചിന്തകളിലേക്കൊക്കെ ഇപ്പോൾ CPI കടന്നിരിക്കുന്നു. അപ്പോൾ സാധ്യതകൾ പുറത്തു വരുന്നുണ്ട്. കെ സലീം കുമാർ തന്നെ ആയിരിക്കാം എന്നുള്ള ഒരു തത്വത്തിൽ ധാരണയിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകൾ.